ഇന്ന് ഒരു ഇരട്ടി മധുരമുള്ള ദിവസമാണ്. അന്നേരം ഞങ്ങൾ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ അതിനെപ്പറ്റി ചെയ്തേക്കാന്ന്. ആദ്യത്തെ കാര്യം, നമ്മുടെ ചെറുക്കൻ ഇത് ജോയൽ ടീനേജിലേക്ക് പ്രവേശിക്കാൻ ഇന്ന് അവൻ്റെ 13th ബർത്ത്ഡേ ആണ്. ഇത് എൻ്റെ വൈഫ് മിക്സി. അന്നേരം ഒന്ന് ജോയലിൻ്റെ ബർത്ത്ഡേ, രണ്ടാമത്തേത് ഞങ്ങൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ ദിവസവും കൂടിയാണ്. രണ്ടും യാദൃശ്ചികമായിട്ട് ഒരുമിച്ച് സംഭവിച്ചതാണ്. എന്നിരുന്നാൽ കൂടിയും അതൊരു നിമിത്തമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇപ്പോഴും ജോയലായിരുന്നു എനിക്ക് എല്ലാ ടെക്നിക്കൽ സഹായങ്ങളും, എന്നെ എഡിറ്റിംഗ് പഠിപ്പിച്ചതും തമ്പനെയിൽ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതും അങ്ങനെ എല്ലാ യൂട്യൂബിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നത് ജോയലാണ്. അന്നേരം ഇതിൽ നല്ലൊരു സന്ദർഭം ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ. അന്നേരം ആ രണ്ട് സന്തോഷങ്ങളും ഒരുമിച്ച് വന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അന്നേരം നമുക്ക് ഈ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. അന്നേരം ഞങ്ങൾ എല്ലാ ജോലി തന്നെ മുറിക്കുന്നത് കുറച്ച് നേരമായിട്ട് അക്ഷമനായിട്ട് നോക്കിയിരിക്കാം. പറഞ്ഞ അതിനകത്ത് ഒരു 10 സെക്കൻഡ് എണ്ണീട്ട് പറഞ്ഞു, ഇനിയും മുറിച്ചിട്ടില്ല എങ്കിൽ ഞാൻ സ്വന്തം മുറിക്കും, നിങ്ങൾ വീഡിയോ ഒന്നും എടുക്കില്ല ഒക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അന്നേരം ജോലി മുറിക്കുന്ന സമയത്ത് ഹാപ്പി ബർത്ത്ഡേ ടു യു. അന്നേരം തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മ വരുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഏതാണ്ട് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപാട് ഞങ്ങൾ 10 മാസത്തെ ടാർഗറ്റായിട്ടാണ് ആക്ച്വലി വെച്ചിരുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത്. ഒറ്റ മിനിറ്റ്, താങ്ക് യു. പക്ഷെ ഞങ്ങൾക്കത് 3.5 മാസത്തിനുള്ളിൽ തന്നെ അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അത് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും സഹകരണങ്ങൾ കൊണ്ടുമാണ്. അതിന് നിങ്ങളെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ചാനൽ ആരംഭിച്ച കാലഘട്ടം മുതൽ കൃത്യമായ ന്യൂസുകൾ കണ്ട് പ്രത്യേകിച്ച് വിമർശനങ്ങൾ നൽകിയ പല വ്യക്തികളുമുണ്ട്. അവരെല്ലാം ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നു. അങ്ങനെയുള്ള വിമർശനങ്ങൾ വന്നതുകൊണ്ടാണ് കൂടുതൽ നന്നാക്കുവാനും ഒക്കെ സാധിച്ചത്. എനിക്കറിയാം ഇതൊരു തുടക്കം മാത്രമാണ്. എന്നിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. അന്നേരം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കും പ്രചോദനമാണ്, മറ്റവർക്കും പ്രചോദനമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മ വരുന്നത് 1-2 രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും ഓർക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ ഇൻട്രോ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ ഇൻട്രോ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ ആക്ച്വലി റീടേക്ക് ചെയ്തിരുന്നു. ആ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഒരു ക്യാമറയെ ഫേസ് ചെയ്ത് അങ്ങനെ ഒരു ഫോർമൽ കാര്യത്തിന് വേണ്ടി പറയുന്നത്. അന്നേരം ഒരുപാട് തവണ ഒരു 3-4 തവണ റീടേക്ക് ചെയ്തു. അവസാനം ഞാൻ അടുത്തിട്ട് ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മെസ്സിയും ജോയിലും കൂടെ പറഞ്ഞ് അവർ അന്നേരം പ്രോത്സാഹിപ്പിച്ച് അന്നേരം പിന്നെ കണ്ടിന്യൂ ചെയ്തത്. എന്നിട്ട് ഒരു തരത്തിൽ ഞാനത് പറഞ്ഞ് ഇൻട്രോ ഒരു തരത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിഞ്ഞു. അന്നേരം എനിക്ക് സംതൃപ്തി തോന്നി, നന്നായിട്ടാണ് പറഞ്ഞ് കഴിഞ്ഞ ഉടനെ ജോയിൽ ഒറ്റ വിളിയാണ്, അപ്പാ ഞാൻ ചോദിച്ചു എന്നാ പറ്റി, റെക്കോർഡ് ചെയ്യാൻ മറന്നു. ആ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കും. ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞു ഒപ്പിച്ചിട്ട് അവനത് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയായിരുന്നു. പിന്നെ അതൊന്നുകൂടെ എടുത്തു. അങ്ങനെയൊക്കെ ഓരോ രസകരമായ നിമിഷങ്ങളാണ് ഞങ്ങൾ കടന്നുപോയത്. പിന്നെ ജീവിതത്തിൽ പഠിക്കാൻ പോലും എക്സാമിന് പോലും ഞാൻ 5:30 വരെ എഴുന്നേറ്റിട്ടില്ല. ഞാൻ കഴിഞ്ഞ 2-2.5 മാസത്തോളം അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 3 മാസത്തോളം രാവിലെ 5:30 എഴുന്നേറ്റ് ഏതാണ്ട് 2-2.5 മണിക്കൂറിൻ്റെ എഫോർട്ട് ഇട്ടിട്ടായിരുന്നു ആദ്യത്തെ ന്യൂസുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം അതിനുള്ള പ്രയത്നത്തിനുള്ള പ്രതിഫലം ദൈവം തന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ വേറൊരു രസകരമായിട്ടുള്ള കാര്യം ഓർമ്മ വരുന്നത്, മെസ്സി ന്യൂസൊന്നും അങ്ങനെ സാധാരണ കേൾക്കോ വായിക്കൊന്നുമില്ലായിരുന്നു. അവളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളോട് തമാശയായിട്ട് പറയുന്നൊരു കാര്യമാണ്, മെസ്സിയെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന് പറയുന്നത് ബൈബിളിലുള്ള ഒരു പ്രദേശം മാത്രമായിരുന്നു. പക്ഷെ നമ്മളിവിടെ വാർത്തയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതും വാർത്ത വായിക്കുന്നതൊക്കെ കേട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തുള്ള ഒരു രാജ്യമാണ് എന്നും അതിന് ഇസ്രായേലും ഗാസയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നൊക്കെ അവൾ മനസ്സിലായി. എന്നിട്ട് അവളിവിടെ പോയിട്ട് അവളുടെ സ്ഥാപനത്തിൽ പോകുമ്പോൾ സിസ്റ്റേഴ്സിനോടൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കും. അന്നേരം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അന്നേരം അങ്ങനെയുള്ള രസകരമായ കാര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോയത്. അതുപോലെ എല്ലാവർക്കും നന്ദി പറയുന്നു, ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, അല്ലാതെ സ്വമേധയാ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, ചാനൽ കണ്ട് വാർത്തകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവരും കമൻറ്റ് പറയുന്നവരുമുണ്ട്. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഞാൻ ഇങ്ങനെ ഒരു ആശയം, ഈ ചാനലിൻ്റെ ആശയം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ മുതൽ, ഞാൻ ആശയം പങ്കുവച്ചപ്പോൾ മുതൽ എന്നോട് ഈ ചാനൽ വീഡിയോ എങ്ങനെ ചാനൽ തുടങ്ങുക എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വിമർശനങ്ങൾ പറയുകയും നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന സുഹൃത്തിനെ, എപ്പോഴും കട്ടയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്ന സുഹൃത്തിനെ ഒരുപാട് സ്നേഹത്തോടെ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു.
അന്നേരം വീണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ കുറേ വലുതാകണം, അതാണ് ഞങ്ങളുടെയും ഒരു ലക്ഷ്യം. നിങ്ങളുടെ അതിനുവേണ്ട എല്ലാ പിന്തുണയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയും തുടർന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അന്നേരം ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ ഈ കേക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളത് ഭക്ഷിക്കുകയാണ്. അന്നേരം എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ കാണാം.